അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ പറയുന്നത് 3 മോതിരങ്ങളെ സംബന്ധിച്ചാണ്. ഒന്നാമതായിക്കൊണ്ട് മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മറവ് ചെയ്യുന്ന സമയത്ത് പരിശുദ്ധമായ ആ ഖബറിടത്തിലേക്ക് വീണ ഒരു സ്വഹാബിയുടെ മോതിരമുണ്ട്. അതിനെ സംബന്ധിച്ചാണ് ആദ്യമായിക്കൊണ്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. രണ്ടാമതായി ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു മോതിരമുണ്ടായിരുന്നു. അവസാനം ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖലീഫയാകുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിലായിരുന്നു. അത് നഷ്ടപ്പെട്ടതിനെ സംബന്ധിച്ചു. മൂന്നാമതായി കൊണ്ട് പറയുന്നത് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മോതിരത്തെ സംബന്ധിച്ചുമാണ്. ഇൻഷാ അല്ലാഹ് സമയമുള്ളവർ അറിയാത്തവർ ഇത് കേൾക്കാൻ ശ്രമിക്കുക. അല്ലാത്തവരുടെ സമയം നഷ്ടപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് ഞാൻ വിഷയത്തിലേക്ക് വരാം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായ സമയത്ത് ഹബീബായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അടക്കവയ്യാത്ത സ്നേഹമായിരുന്നല്ലോ സഹാബത്തിനെല്ലാം. നമ്മുടെ ഇടയിൽ പലരും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്നവരുണ്ട്. എന്നാൽ അതിനേക്കാൾ എത്രയോ 10 മടങ്ങ് സ്നേഹിച്ചവരായിരുന്നു ഹബീബായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വഹാബത്ത്. എന്തിനു വേണ്ടിയും അവർ തയ്യാറായിരുന്നു. ഹബീബായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തു പറഞ്ഞാലും അതനുസരിക്കാൻ തയ്യാറുള്ള സമൂഹമായിരുന്നു സ്വഹാബത്തുൽ കിറാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതെല്ലാം അനുസരിക്കാൻ സർവ്വസമയത്തും സദാ സജ്ജരായിരുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വരുന്നത് ഹബീബായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം ഹബീബായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എവിടെ മറവ് ചെയ്യണം എന്ന കാര്യത്തിലൊക്കെ വലിയ സംശയത്തിലായി. എന്നാൽ എല്ലാ പ്രവാചകന്മാരും എവിടെയാണോ മരണപ്പെട്ടത്, വഫാത്തായത്, അവിടെ തന്നെയാണ് മറവ് ചെയ്തത് എന്നതുകൊണ്ട് ഹബീബായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവിയുടെ വീട്ടിൽ വെച്ചുകൊണ്ട് മഹദി ആയിഷ ബീവിയുടെ മടിയിൽ കിടന്നുകൊണ്ടാണ് ഹബീബായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായത്. അതുകൊണ്ട് ആ ആയിഷ ബീവിയുടെ റൂമിൽ തന്നെയാണ് ഹബീബായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഖബറിടം ഒരുക്കിയത്. അങ്ങനെ ഖബറിടം ഒരുക്കുകയാണ്. ലഹദ് ആയിരുന്നു ഖബർ. ഞാൻ ഖബറുകളെ പറ്റി പറഞ്ഞിട്ടുണ്ട്, എന്റെ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നബി തങ്ങളുടെ ഖബർ ആരെല്ലാമാണ് കുഴിച്ചത്, ആരാണ് മറവ് ചെയ്തത് എന്നൊക്കെ അതിൽ ഞാൻ പ്രതിപാദിച്ചിട്ടുണ്ട്. നിങ്ങൾക്കത് കേൾക്കാവുന്നതാണ്. പ്രിയമുള്ളവരെ, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനാസ അവിടെ മറവ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ മറവ് ചെയ്യാൻ വേണ്ടി എല്ലാ സ്വഹാബത്തും ഒരുങ്ങി. അലി റളിയല്ലാഹു അൻഹു മറ്റുമൊക്കെ ഖബറിടത്തിൽ ഇറങ്ങിക്കൊണ്ട് ആ പരിശുദ്ധമാക്കപ്പെട്ട ഷറഫാക്കപ്പെട്ട തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരം ഖബറിടത്തിലേക്ക് ഇറക്കി വെക്കുകയാണ്. അങ്ങനെ ഇറക്കി വെച്ച് കഴിഞ്ഞ് കുറച്ചു കഴിഞ്ഞപ്പോൾ അതാ മുഅയ്റത്ത് ബിൻ ശുഐബ എന്ന് പറയുന്ന ഒരു സ്വഹാബി പറയാണ്. മുഅയ്റത്ത് ബിൻ ശുഐബ എന്ന് പറയുന്ന സ്വഹാബി പറയാണ്, എന്റെ മോതിരം ആ ഖബറിൽ വീണിട്ടുണ്ട്, എന്റെ മോതിരം ആ ഖബറിൽ വീണിട്ടുണ്ടെന്ന് മുഅയ്റത്ത് ബിൻ ശുഐബ എന്ന് പറയുന്ന സ്വഹാബി പറയുകയും അലി റളിയല്ലാഹു അൻഹുവിനോട് സമ്മതം ചോദിച്ചു, ഞാൻ ആ മോതിരം ഒന്ന് ആ ഖബറിടത്തിൽ ഇറങ്ങി എടുത്തുകൊള്ളട്ടെ എന്ന്. പ്രിയമുള്ളവരെ, മുഅയ്റത്ത് ബിൻ ശുഐബ റളിയല്ലാഹു അൻഹു ആ മോതിരം മനഃപൂർവ്വം ഖബറിലേക്ക് ഇട്ടതാണെന്നൊരു അഭിപ്രായമുണ്ട്, അല്ല കയ്യിൽ നിന്ന് വീണതാണെന്ന അഭിപ്രായമുണ്ട്. എന്നാൽ പ്രബലമായ അഭിപ്രായം അനുസരിച്ചുകൊണ്ട് മോതിരം മനഃപൂർവ്വം കയ്യിൽ നിന്ന് ആ ഖബറിടത്തിലേക്ക് ഇട്ടതാണ്. അലി റളിയല്ലാഹു അൻഹു മുഅയ്റത്ത് ബിൻ ശുഐബ റളിയല്ലാഹു അൻഹുവിന് സമ്മതം കൊടുത്തു. മഹാനായ മുഅയ്റത്ത് ബിൻ ശുഐബ റളിയല്ലാഹു അൻഹു ഖബറിൽ ഇറങ്ങുകയാണ്. എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്നറിയോ? മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ലോകത്തോട് വിട പറഞ്ഞിട്ട് ഇനി കൺമുന്നിൽ നിന്ന് ജനാസ പോലും മറയാൻ പോവുകയാണ്. അതുകൊണ്ട് മുഅയ്റത്തിനെ ഒന്നുകൂടി കാണാൻ ആഗ്രഹം കൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ കഫം മുഖത്ത് നിന്ന് മാറ്റിയ ആ കിടക്കുന്ന ജനാസയൊന്ന് കാണാൻ വേണ്ടി മുഅയ്റത്ത് ബിൻ ശുഐബ റളിയല്ലാഹു അൻഹു ഒരു സൂത്രം പ്രയോഗിച്ചതാണെന്ന് ചരിത്രകാരന്മാരിൽ അധിക പേരും പറയുന്നു. ഇസ്ലാമിക പണ്ഡിതന്മാരിൽ അധിക പേരും അതാണ് പറയുന്നത്. അങ്ങനെയാണ് മുഅയ്റത്ത് ബിൻ ശുഐബ റളിയല്ലാഹു അൻഹു ആ ഖബറിടത്തിലേക്ക് ഇറങ്ങുന്നത്. അങ്ങനെ ഖബറിടത്തിൽ ഇറങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കഫംപുടയിലൊക്കെ തൊട്ടുമുട്ടിയതിന് ശേഷമാണ് അത്രേ പിന്നെ മോതിരം എടുത്തുകൊണ്ട് മുഅയ്റത്ത് ബിൻ ശുഐബ റളിയല്ലാഹു അൻഹു ഖബറിൽ നിന്ന് കയറിയത്. അതാണ് മുഗീറത്ത് ബിൻ ശുഐബയുടെ മോതിരം, ഖബറിൽ വീണ മോതിരം.
ഇൻഷാ അല്ലാഹ്. അതാണ് സ്വഹാബത്തിന്റെ നബി തങ്ങളോടുള്ള സ്നേഹം അത്രത്തോളമായിരുന്നു. ഇതുപോലെ ബദർ യുദ്ധ രംഗാങ്കണത്തിൽ ഒരു ചരിത്രമുണ്ട്, സബാദ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം. ഇൻഷാ അല്ലാഹ് അത് വേറൊരു വിഷയത്തിൽ ഞാൻ പ്രതിപാദിക്കാം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആ സ്വഹാബികളുടെയൊക്കെ റസൂലുള്ളാഹിനോടുള്ള സ്നേഹം അത് വളരെയധികം സ്നേഹമായിരുന്നു. നമുക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള സ്നേഹം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, ഇനി പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മോതിരത്തെ സംബന്ധിച്ചാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മോതിരം, രണ്ടാമത്തെ വിഷയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിൽ ഒരു മോതിരം ഉണ്ടായിരുന്നു. അതിൽ ഹഖീഖിയ കല്ലായിരുന്നു എന്നും അതിൽ മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് ആലേഖനം ചെയ്തു വെച്ചിരുന്നു എന്നും ചരിത്രങ്ങളിൽ കാണുന്നു. മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സീലായി കൊണ്ട് ഉപയോഗിച്ചിരുന്നു. പല രാജാക്കന്മാർക്ക് കത്തയക്കുമ്പോൾ അതിന്റെ അടിയിൽ മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറഞ്ഞിട്ട് ഇതിങ്ങനെ സീല് പോലെ ഉപയോഗിച്ചിരുന്നു എന്ന്, ഈ മോതിരം ഇങ്ങനെ സീല് പോലെ ഉപയോഗിച്ചിരുന്നു ചരിത്രത്തിൽ കാണാൻ കഴിയും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായപ്പോ ഇസ്ലാമിന്റെ ഖിലാഫത്ത് ഏറ്റെടുത്ത മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ആ മോതിരം കിട്ടി. ആ മോതിരം മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉപയോഗിച്ചു. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോ അത് ഉമർ റളിയല്ലാഹു അൻഹുവിന് കിട്ടി. ഉമർ റളിയല്ലാഹു അൻഹു ഉപയോഗിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അണിഞ്ഞിരുന്ന മോതിരം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉപയോഗിച്ചു. ഇസ്ലാമിന്റെ ഒന്നാം ഖലീഫ, രണ്ടാം ഖലീഫയാവുന്ന ഉമർ റളിയല്ലാഹു അൻഹു ഉപയോഗിച്ചു. മൂന്നാം ഖലീഫയാവുന്ന ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനും ആ മോതിരം കിട്ടി. ആ മോതിരവും അണിഞ്ഞുകൊണ്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഒരു ദിവസം മസ്ജിദുൽ ഖുബക്ക് അടുത്തുള്ള, മസ്ജിദുൽ ഖുബയിൽ ഉംറക്കൊക്കെ പോയവർക്ക് കാണാൻ കഴിയും, മസ്ജിദുൽ ഖുബയുടെ മുറ്റത്ത് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു 36-38 മീറ്റർ ഒക്കെ അപ്പുറത്തേക്ക് പോയാൽ അവിടെ ഒരു വട്ടത്തിലൊരു ഇതിങ്ങനെ കാണാൻ കഴിയും, ഒരു അടയാളം. ഇൻഷാ അല്ലാഹ് ഈ കാണുന്ന അടയാളാണ്, ഈ ഫോട്ടോയിൽ കാണുന്ന അടയാളം. ഈ അടയാളം നമുക്ക് അവിടെ അങ്ങനെ കാണാൻ കഴിയും. ഇത് അവിടെ ഒരു കിണറുണ്ടായിരുന്നു എന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. ആ കിണറിന്റെ പേര് അരീസ് എന്ന് പറയുന്ന കിണറാണ്. ആ കിണറിന്റെ പേര് അരീസ് എന്നായിരുന്നു, ബിർ അരീസ്. ബിർ അരീസിന്റെ സമീപത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഈ മോതിരമൊക്കെ അണിഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ്. ഇസ്ലാമിന്റെ ഖലീഫയാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ചരിത്രം ഞാൻ എന്റെ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അത് കേൾക്കാൻ താല്പര്യമുള്ളവർക്ക് കേൾക്കാം. അങ്ങനെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആ മോതിരവും അണിഞ്ഞുകൊണ്ട് ആ കിണറിന്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്ത് കയ്യിൽ നിന്ന് ഈ മോതിരം ഈ കിണറ്റിലേക്ക് വീണു. ഈ ഹബീബായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അണിഞ്ഞിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാതമുർ റസൂൽ മുഹമ്മദ് റസൂലുള്ളാഹി എന്നെഴുതിയിരുന്ന മോതിരം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് കൊടുത്തു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന് ശേഷം ഉമർ റളിയല്ലാഹു അൻഹുവിന് കിട്ടി. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന് ശേഷം മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലാണ്. അങ്ങനെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ നിന്ന് ആ മോതിരം കിണറിലേക്ക് വീഴുകയാണ്. 30 ദിവസം കിണറിൽ ഇറങ്ങി ആളുകളെ കൊണ്ട് തിരയിച്ചിട്ടൊന്നും ആ മോതിരം പിന്നീട് കിട്ടിയില്ല എന്ന്. ആ മോതിരം അവിടെ നഷ്ടപ്പെട്ടു. 30 ദിവസത്തോളം ആ കിണർ പരിശോധിച്ചു, ആളുകളെ ഇറക്കി പരിശോധിപ്പിച്ചിട്ടൊന്നും ആ മോതിരം വീണ്ടെടുക്കാൻ കഴിഞ്ഞില്ല എന്ന് ചരിത്രങ്ങളിൽ കാണാൻ കഴിയും. ഇതാണ് ഈ ചരിത്രത്തിലെ രണ്ടാമത്തെ മോതിരം. അവിടെ ബിർ അരീസ് എന്ന് പറയുന്ന ഒരു കിണറിന്റെ അടയാളം ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും. അതൊക്കെ തൂർത്ത് അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, നിരപ്പാക്കിയിട്ടുണ്ട്. അതിന്റെ അടയാളം, ആ കിണർ അവിടെയായിരുന്നു എന്ന് പ്രതിപാദിക്കുന്ന ഒരു ചിഹ്നം നമുക്കവിടെ റൗണ്ട് ആയിട്ട് നമുക്ക് ടൈൽസിൽ, മാർബിളിൽ കാണാൻ കഴിയും. ഇൻഷാ അല്ലാഹ് അല്ലാഹു നമുക്ക് കാണാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. ഇപ്പൊ ഞാൻ 2 മോതിരത്തെ സംബന്ധിച്ച് പറഞ്ഞു. ഇനി ഇതിലെ എന്റെ പ്രതിപാദ്യ വിഷയം സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ മോതിരമാണ്. യഥാർത്ഥത്തിൽ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അങ്ങനെ ഒരു മോതിരമില്ല. മോതിരം ഉണ്ടായിരുന്നു എങ്കിൽ തന്നെ അള്ളാഹു എന്ന് എഴുതിയിരുന്ന ഒരു മോതിരം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നും പറയുന്നു. യഥാർത്ഥത്തിൽ ആ മോതിരത്തിന് യാതൊരു കഴിവും ഉണ്ടായിരുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന് കൊടുത്ത കഴിവുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. സുലൈമാൻ നബിക്ക് കാറ്റിനെയും എല്ലാ ജീവികളെയും ജീവജാലങ്ങളെയും സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനിക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല കീഴ്പ്പെടുത്തി കൊടുത്തിരുന്നു എന്നത് ശരിയാണ്. അത് ഖുർആൻ കൊണ്ട് വസ്തുനിഷ്ഠമായി ഖുർആനിൽ പ്രതിപാദിച്ച വിഷയവുമാണ്. എന്നാൽ ഒരിക്കലും സുലൈമാൻ നബി അലൈഹി സ്വലാമിന്റെ മോതിരത്തിന് ഒരു പ്രത്യേക ഫായതയുണ്ടായിരുന്നു എന്ന് എവിടെയും കാണുന്നില്ല. അത് ക്രിസ്തീയ ഗ്രന്ഥങ്ങളിൽ നിന്ന് വന്ന, അല്ലെങ്കിൽ ജൂത ഗ്രന്ഥങ്ങളിൽ നിന്ന് വന്ന ഒരു ചരിത്ര ശകലമാണ്, ചരിത്ര സംഭവ കഥകളാണ്. അത് നമുക്ക് അവലംബിക്കാൻ യാതൊരു തെളിവും ഇല്ല എന്നതാണ് മൂന്നാമത്തെ മോതിരത്തെ പറ്റി എനിക്ക് പറയാനുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഞാൻ പറഞ്ഞതും നിങ്ങൾ കേട്ടതും ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. മൂന്നാമതായി ഞാൻ പറഞ്ഞതിൽ വല്ല
അഭിപ്രായ വ്യത്യാസവും ഉള്ളവർ അറിയുമെങ്കിൽ, ആ ചരിത്രം അറിയുമെങ്കിൽ അതൊന്ന് പ്രതിപാദിച്ചാൽ, അല്ലെങ്കിൽ കമന്റിൽ വന്നുകൊണ്ട് അങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ വളരെ ഉപകാരമായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ പറഞ്ഞതും നിങ്ങൾ കേട്ടതും ഒരു സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. അർഹമായ പ്രതിഫലം ഇരു ലോകത്തും നമുക്കെല്ലാം നൽകുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ദുആ വസിയത്തോടു കൂടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.